എവിടെ ശാന്തിയും സമാധാനവും ഉണ്ടോ അവിടെ ദൈവിക സാന്നിധ്യവും ഉണ്ടാകും. 4 വർഷങ്ങളായി ഒരേ സമുദായത്തിൽപ്പെട്ട നിങ്ങൾ നിങ്ങളുടേതല്ലാത്ത അഥവാ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളുടെ പേരിൽ ഭിന്നിച്ചു കഴിഞ്ഞ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും മതസംഘടനകൾക്കും ചട്ടുകമാകുന്നു. അത് ഇന്ന് ഈ യോഗം തീരുന്നതോടെ നമുക്ക് അവസാനിപ്പിക്കണം. ഈ വരുന്ന ഏറ്റുമാനൂർ ഉപതെരഞ്ഞെടുപ്പിൽ മറ്റൊരാൾ ജയിച്ച് നിയമസഭയിലേക്ക് പോകാൻ നമ്മൾ അനുവദിച്ചുകൂടാ. നമ്മൾ ഒരുമിച്ച് നിന്നാൽ അതുണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും നമുക്കിവിടെ സംസാരിച്ച് പരിഹരിക്കാം. കേരളദേശം കോൺഗ്രസ് ഒരു കുടക്കീഴിൽ അണിനിരക്കുവാനുള്ള സമയം അതിക്രമിച്ചു എന്ന് തന്നെയാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. അതിനായി എന്തു വിട്ടുവീഴ്ചയ്ക്കും ഞാനും എന്റെ പാർട്ടിയും സഹകരിക്കുമെന്ന് ബഹുമാനപ്പെട്ട പിതാവിന് ഞാൻ വാക്ക് തരുന്നു. പിതാവ് ആദ്യം ഈ ലയനകാര്യത്തെ പറ്റി എന്നോട് സംസാരിച്ചപ്പോൾ തന്നെ ഞാൻ തുറന്ന മനസ്സോടെ അതിനെ സ്വീകരിക്കാൻ തയ്യാറാണ്. ഇപ്പോഴും ഞാൻ അത് തന്നെ ആവർത്തിക്കുന്നു. പിന്നെ നമുക്ക് ഇനിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. ആരിത്? ജിമ്മിച്ചനോ? വായിരിക്കെ. ലയന തീരുമാനവും ഏറ്റുമാനൂർ സീറ്റ് ജോസിന് കൊടുത്തതിനുമൊക്കെ നിനക്ക് കിറവ് കാണുമെന്ന് എനിക്കറിയാം. രാഷ്ട്രീയമല്ലേ ജിമ്മിച്ച, അത് മാറിയും തിരിഞ്ഞുമൊക്കെ വരും എന്നും കണ്ട് ഞാൻ നിന്നെ അങ്ങ് മറന്നിട്ടൊന്നുമില്ല. സീറ്റിന്റെ കാര്യമൊന്നുമല്ല. പ്രേമദാസന് കാശ് കൊടുത്ത് മൊഴി മാറ്റി പറയിച്ച് എന്നെ രക്ഷപ്പെടുത്തിയത് ആരാ? എന്തിനാ? എനിക്കറിയണം. അത് പിന്നെ എനിക്ക് വേണ്ടി നിന്ന് നിനക്കൊരു തട്ടുകേട് വന്നാ ഞാനല്ലാതെ ആരാ രക്ഷിക്കാൻ? ശിക്ഷ വാങ്ങാൻ ഞാൻ ഒരുക്കമാണെങ്കിലോ? എന്നാ മണ്ടത്തരമാ നീ പറയുന്നേ? ജിമ്മി നിന്നെ ശിക്ഷിച്ചാൽ കാലക്രമേണ ഞാനും കുടുങ്ങത്തില്ലായോ? മാത്രവുമല്ല അത് പാർട്ടിയുടെ തീരുമാനമായിരുന്നു. ഏത് അമ്മയുടെ കെട്ടേണ്ട പാർട്ടി? ആരാധന മൂത്ത തലതിരിവിൽ തന്നെ പോലുള്ളവനെ കണ്ണടച്ച് വിശ്വസിച്ച് കേസിലും കൊലക്കുറ്റത്തിലും മാറ്റി ജീവിതം തകർന്ന എന്നെ പോലുള്ളവന്റെ പാർട്ടിയാ. നെഞ്ചൂക്കും കൈക്കരുത്തുള്ള കൊച്ചന്മാരെ തെരഞ്ഞുപിടിച്ച് മന്ത്രി കസേര MLA സീറ്റ് വെച്ച് നീട്ടി എലിക്കേറ്റി താൻ കളിക്കുന്ന ഈ തരവെഴുത്തലുണ്ടല്ലോ, അതിന്റെ അവസാനത്തെ ഒരു ഞാനാ. മീനച്ചിലാറിന്റെ തീരത്തിന് ഒരുത്തനും എന്റെ ഈ ഗതിയോടെ ഉണ്ടാവരുത്. എന്നതാ ജിമ്മി നീ പറയുന്നത്? പകരം വീട്ടാനും വെല്ലുവിളിക്കാനും വന്നതല്ല. എനിക്ക് മന്ത്രി കസേര MLA സീറ്റ് ഒന്നും വേണ്ട. ഞാനൊരു തെറ്റ് ചെയ്തു, കർത്താവിന് നിരക്കാത്ത തെറ്റ്. അതിന്റെ ശിക്ഷയിലേക്ക് ഞാൻ ആരെയും വലിച്ചഴിച്ചില്ല, ആരുടെയും പേര് ഞാൻ പറഞ്ഞില്ല. പക്ഷെ എന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ടുള്ള തന്റെ ഈ പണത്തിന്റെ മുഷ്ടി ഇവിടെ വേണ്ട. എനിക്ക് വേണ്ട ശിക്ഷയാ. അതിന് വിലങ്ങ് തടിയാവരുത്. എന്നാ കാര്യത്തിന്? എടാ, പോലീസുകാർ ഇതിന്റെ പിന്നാലെ കുറച്ചുനാൾ കടിച്ചു തൂങ്ങിട്ടങ്ങ് വിടും. തെളിയാതെ കിടക്കുന്ന എത്രയോ കേസുകളുണ്ട് ഈ നാട്ടില്. ഞാൻ നിങ്ങളുടെ നെല്ലിൽ നിന്ന് ഒത്തിരി കളിച്ചു, പക്ഷെ ഒരു കുടുംബത്തിന്റെ നെടും തൂണളക്കിയിട്ടില്ല. ഇന്ന് ഞാൻ കാരണം തട്ടേക്കാട്ട് പള്ളിയുടെ ശവപ്പറമ്പില് 2 പുത്തൻ ചാവ് കുരിശുകൾ പൊങ്ങി. മരണവെപ്രാളത്തിൽ പറഞ്ഞ ആ പാവങ്ങളുടെ ചൂട് ചോര എന്റെ നെഞ്ചുകൂട്ടിലേക്കാ തെറിച്ചു വീണ്. ഏത് മെത്രന്റെ കൂതാശ കൊണ്ട് ഞാനത് തുടച്ചു മാറ്റും. ഏത് കുംഭസാരെ കൂട്ടി ഞാനത് പറഞ്ഞു തീർക്കും. എനിക്ക് വേണ്ട അതിന്റെ ശിക്ഷയാ. കഴിമരമെങ്കിൽ കഴിമരം. അവിടെയും തന്തയില്ലാത്തവനെ കാണിച്ച് എന്നെ ചതിച്ച കൊന്നോളാ. ഈ കേസിന് നീ ശിക്ഷ വാങ്ങില്ല. ഇതിവിടെ കൊണ്ട് തീർന്നു. ഇത് പിന്നെയും കുത്തിപ്പൊക്കി എന്റെ മനസമാധാനം കളയാൻ നിന്നാലുണ്ടല്ലോ, അന്ന് നിന്റെ ഒപ്പം മത്തായി സാറിനെയും ഭാര്യയും കൊല്ലാൻ വന്ന പിള്ളേർ ഇവിടെ ഉണ്ട്. ഈ കോട്ടയം ടൗണില് വിരലൊന്നും ഞൊടിച്ചാ മതി, നിന്റെ പൊടി പോലും ബാക്കി വെക്കില്ല. എളിക്കേറ്റത്തിന്റെ കഴപ്പ് നീ കളിക്കുന്നത് കോരയുടെ മുമ്പിലാ. ഇറങ്ങി പോണാ ചെറുക്ക. തന്റെ ഈ തേച്ച് മണിക്ക കഥാ ഷട്ടിനകത്തേക്ക് ഒരു കത്തി കുത്തി കയറ്റി വലിച്ചെടുത്ത് ആറ്റിത്തള്ളാൻ പേടിച്ചിട്ടല്ല, എനിക്ക് തന്നെ ഉയരോടെ വേണം. തനിക്ക് വേണ്ടി ജീവൻ പോലും കളയാൻ തയ്യാറായി നടക്കുന്ന എന്നെ പോലുള്ള അത്തപ്പാടി പാവങ്ങൾ മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ നീ ആരാണെന്ന്. എന്റെ എല്ലാ മുതലും വിറ്റ് എന്റെ അവസാന ശ്വാസം പോകും വരെ ഞാൻ ഈ കേസ് നടത്തും. തനിക്ക് ചെയ്യാവുന്നത് ചെയ്തോ. ചോരയ്ക്ക് ചോര കൊണ്ട് പകരം വീട്ടാം. പക്ഷെ ഇന്നൊരു കോര ചത്താൽ ആ നിഴലിൽ 1000 കോരമാർ കിളിർത്ത് പൊങ്ങും. ഇനി ഒരു കോരയും ജിമ്മിയും ഈ നാട്ടിലുണ്ടാവാൻ പാടില്ല. 100 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നല്ല നിങ്ങളുടെ പ്രമാണം. ഇവിടെ നിരപരാധിയായി ഞാൻ പോലും ശിക്ഷ മേടിക്കാൻ തയ്യാറാണ്. പക്ഷെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. അതിനുവേണ്ടി എന്ത് എഫേർട്ട് എടുക്കാനും ഞാൻ തയ്യാറാണ്. എത്ര പണം വേണമെങ്കിലും ഒഴുക്കാം. എന്റെ സ്വത്തും മുതലും മുഴുവൻ വാദിഭാഗത്ത് തന്നെ നിന്നുകൊണ്ട് സാറി കേസ് വാദിക്കണം. ജിമ്മിയുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ജിമ്മി പ്രത്യക്ഷമായി ഈ കേസിൽ ഇൻവോൾവ്ഡ് അല്ലാത്ത സ്ഥിതിയിൽ കോടതിയുടെ മുമ്പിൽ ജിമ്മിക്ക് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ല. രണ്ടാം സാക്ഷി പ്രേമദാസ് നിങ്ങളെ കണ്ടിട്ടില്ല, അറിയത്തുമില്ല.
ഈ സാഹചര്യത്തിൽ ഇട്ടുമൂടാൻ പണം കൊടുത്താൽ ഇക്കാലത്ത് ആരാണ് സാർ കോടതി കയറി സത്യം ബോധിപ്പിക്കുന്നത്? ഞാൻ ഈ കൊലപാതകത്തിന് കൂട്ടുനിന്നു, കൊലയാളികൾക്കൊപ്പം അവിടെ ചെന്നിരുന്നു എന്ന് കോടതിയിൽ പറയാൻ ഒരു സാക്ഷി ഉണ്ടായല്ലോ. അതാരാ? ഞാനാണ് സാർ. ഞാനാണെന്ന് വണ്ടി ഓടിച്ചിരുന്നത്. മത്തായി സാറിന്റെ വീട്ടിലേക്ക് കയറിപ്പോയി എവരെയും കാത്ത് ഞാൻ വണ്ടി തന്നെ ഇരിക്കുകയായിരുന്നു. വെട്ടുകൊണ്ട് കൈമുറിഞ്ഞു വന്ന ജിമ്മിച്ചനെ ഞാനാണ് ആശുപത്രിയിൽ കൊണ്ടാക്കിയത്. ആശുപത്രി റെക്കോർഡ്സിൽ അതുണ്ട് സാർ. ഈ പറഞ്ഞ മാത്തൻ ജോസഫ് കോടതിയിൽ ഹാജരായാൽ ജിമ്മിയെയും മാത്തനെയും വേണമെങ്കിൽ കോടതിക്ക് മാപ്പ് സാക്ഷിയാക്കി സാർ അടക്കമുള്ള ആൾക്കാരെ ശിക്ഷിക്കാം. ജിമ്മി അന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് മാത്തനാണ്. ഹോസ്പിറ്റൽ റെക്കോർഡ്സ് അതുണ്ടെന്നാണ് അവർ പറയുന്നത്. ദേ, സൂക്ഷിക്കേണ്ട കാര്യമാണത്. ആരാടോ ഈ മാത്തൻ? സാർ അറിയും. തോട്ടാ പൊട്ടി ചത്തുപോയ കപ്പിയാര് ജോസഫിന്റെ മോനാ. ഒരു പരാധീനക്കാരനാ. കുറച്ച് കാശ് എറിഞ്ഞാ മറിഞ്ഞിങ്ങി പോരും. ശരി വക്കീലേ, അവനെ ഏനം പോലെ ഞാൻ ടാക്കിൾ ചെയ്തോളാം. വക്കീൽ മൂവ് ചെയ്തോളൂ. ശരി സാർ. പിന്നെ ഞാൻ സാറിനെ ഇവിടെ വന്ന് കണ്ട കാര്യം യാതൊരു കാരണവശാലും ലീക്ക് ചെയ്യരുത്. ഇല്ലടോ, താൻ ധൈര്യമായിട്ട് പോവാം. ജോസേ, വക്കീലിനെ അയച്ചേരെ. 5. യുവർ ഓണർ, പോലീസിന്റെ ആദ്യ അന്വേഷണത്തിൽ പ്രഥമദൃഷ്ടിയാൽ പാകപ്പിഴയുണ്ടെന്ന് മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട കോടതി നീതിപൂർവ്വം അനുവദിച്ച റീ ഇൻവെസ്റ്റിഗേഷനിൽ പുതുതായി ചേർക്കപ്പെട്ട സാക്ഷി മാത്തൻ ജോസഫ് എന്ന മാത്തൻ ചെത്തിമറ്റത്തിനെ വിസ്തരിക്കാൻ ബഹുമാനപ്പെട്ട കോടതി എന്നെ അനുവദിക്കണം. താങ്ക് യു, യുവർ ഓണർ. മൂന്നാം സാക്ഷി ചെത്തിമറ്റത്ത് ജോസഫ് മകൻ മാത്തൻ ജോസഫ്. മാത്തൻ ജോസഫ്, മാത്തൻ ജോസഫ്. മൂന്നാം സാക്ഷി മാത്തൻ ജോസഫ് ഹാജരല്ല. ജിമ്മി, ഇന്നലെ രാത്രി മാത്തന്റെ വീട്ടിൽ കൊച്ചൗസേബ് കാശുമായിട്ട് ചെന്ന് അവനെ വീഴ്ത്തിയെന്ന് ആൾക്കാർ പറയണത് ശരിയായിരിക്കോടാ? ശരിയായിരിക്കും. അതാവും വരാത്തത്.